ECG മെഷീൻ അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നമുക്കറിയാം, ഹാർട്ടിന് പ്രധാനമായും 2 ചാമ്പേഴ്സാണുള്ളത്, ഓറിക്കിള്, വെൻട്രിക്കിൾ. ഇവയെ വീണ്ടും റൈറ്റ് ഓറിക്കിള്, ലെഫ്റ്റ് ഓറിക്കിള്, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് വേർതിരിച്ചിട്ടുണ്ട്. ഇവ ഓരോന്നിൻ്റെയും പ്രവർത്തനം നമുക്ക് കാർഡിയാക് സൈക്കിൾ ചർച്ച ചെയ്യുമ്പോൾ വിശദമായി മനസ്സിലാക്കുന്നതാണ്. കാർഡിയാക് സൈക്കിൾ ഇൻക്ലൂഡ്സ് ഡയസ്റ്റോൾ ആൻഡ് സിസ്റ്റോൾ. ഡയസ്റ്റോൾ എന്നാൽ ഹൃദയം വികസിക്കുന്ന പ്രക്രിയയാണ്. ഡയസ്റ്റോളിൽ ശരീരത്തിൽ നിന്ന് ഇൻപ്യൂർ ബ്ലഡ് വെയിൻസ് വഴി റൈറ്റ് ഓറിക്കിൾ പ്രവേശിക്കുകയും റൈറ്റ് വെൻട്രിക്കിൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ലങ്സിൽ നിന്നും പ്യൂർ ബ്ലഡ് പൾമിനറി വെയിൻ വഴി ലെഫ്റ്റ് ഓറിക്കിൾ പ്രവേശിക്കുകയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. സിസ്റ്റോൾ എന്നാൽ ഹൃദയം സങ്കോചിക്കുന്ന പ്രക്രിയയാണ്. സിസ്റ്റോളിൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇൻപ്യൂർ ബ്ലഡ് പൾമിനറി ആർട്ടറി വഴി ലങ്സിലേക്ക് പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പ്യൂർ ബ്ലഡ് അയോട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ECG വേവ് ഫോം അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാമിന് പ്രധാനമായും 3 വേവ്സ് ആണുള്ളത്. P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. ഇവയിൽ R വേവാണ് ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നത്. അതുപോലെ തന്നെ T വേവിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ളതും. ഇനി നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാമിൻ്റെ സ്പെസിഫിക്കേഷൻ പ്രാധാന്യം എന്തെന്ന് നോക്കാം. ഇവിടെ P വേവ് ഡീപോളറൈസേഷൻ ഓഫ് ഓറിക്കിളിനെ സൂചിപ്പിക്കുന്നു. QRS കോംപ്ലക്സ് റീപോളറൈസേഷൻ ഓഫ് ഓറിക്കിൾ, അതുപോലെ തന്നെ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിളിനെയും സൂചിപ്പിക്കുന്നു. T വേവ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിളിനെ സൂചിപ്പിക്കുന്നു. ECG ലീഡ് കോൺഫിഗറേഷൻ. ശരീരത്തിൽ ഇലക്ട്രോഡ് ഘടിപ്പിച്ച് ECG മെഷർ ചെയ്യുന്ന രീതിയാണ് ECG ലീഡ് കോൺഫിഗറേഷൻ എന്നറിയപ്പെടുന്നത്. ശരീരത്തിൽ ECG മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ വിവിധതരം ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്യാറുണ്ട്, ഘടിപ്പിക്കാറുണ്ട്. സാധാരണയായി ഘടിപ്പിക്കുന്നത് സ്കിൻ സർഫസ് ഇലക്ട്രോഡ്സ് ആണ്. ഉദാഹരണമായി മെറ്റൽ പ്ലേറ്റ് ഇലക്ട്രോഡ്, ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇലക്ട്രോഡ്, ഡിസ്പോസിബിൾ ഇലക്ട്രോഡ്, സക്ഷൻ കപ്പ് ഇലക്ട്രോഡ്. ഇവയിൽ സക്ഷൻ കപ്പ് ഇലക്ട്രോഡ് പൊതുവെ ചെസ്റ്റിലാണ് ഘടിപ്പിക്കുന്നത്. ഇനി ശരീരത്തിൽ എവിടെയെല്ലാമാണ് ഇലക്ട്രോഡ്സ് ഘടിപ്പിക്കുന്നത് നോക്കാം. പ്രധാനമായും 5 പൊസിഷനിലാണ് ഇലക്ട്രോഡ്സ് ഘടിപ്പിക്കുന്നത്. 1 റൈറ്റ് ആം, 2ാമത്തത് ലെഫ്റ്റ് ആം, 3ാമത്തത് റൈറ്റ് ലെഗ്, 4ാമത് ലെഫ്റ്റ് ലെഗ്, 5ാമത്തത് ചെസ്റ്റിൽ നമ്മൾ 6 പ്രധാന പോയിന്റുകളിൽ വ്യത്യസ്തമായിട്ട് ഇലക്ട്രോഡ് കണക്ട് ചെയ്യാറുണ്ട്. ECG ലീഡ് സിസ്റ്റത്തിനെ പ്രധാനമായും 2ആയി തരംതിരിക്കാവുന്നതാണ്. 1 ബൈപോളാർ ലീഡ്സ്, 2 യൂണിപോളാർ ലീഡ്സ്. ബൈപോളാർ ലീഡ്സിൽ 2 ആക്റ്റീവ് ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്താണ് ECG റെക്കോർഡ് ചെയ്യുന്നത്. അതേസമയം യൂണിപോളാർ ലീഡ് സിസ്റ്റത്തിൽ ഒരു ആക്റ്റീവ് ഇലക്ട്രോഡിൻ്റെയും മറ്റൊരു റെഫറൻസ് ഇലക്ട്രോഡിൻ്റെയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്താണ് ECG റെക്കോർഡ് ചെയ്യുന്നത്. ബൈപോളാർ ലീഡ് സിസ്റ്റം വീണ്ടും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ലീഡ് 1, ലീഡ് 2, ലീഡ് 3. ലീഡ് 1ൽ റൈറ്റ് ആമും ലെഫ്റ്റ് ആമും ആക്റ്റീവ് ഇലക്ട്രോഡായി കണക്ട് ചെയ്യുന്നു. റൈറ്റ് ലെഗ് ഗ്രൗണ്ട് ഇലക്ട്രോഡ്, ചെസ്റ്റ് അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗും കണക്ട് ചെയ്യുന്നില്ല. ലീഡ് 2 കണക്ഷനിൽ റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും ആക്റ്റീവ് ഇലക്ട്രോഡും റൈറ്റ് ലെഗ് ഗ്രൗണ്ട് ഇലക്ട്രോഡും അതുപോലെ തന്നെ ലെഫ്റ്റ് ആമും ചെസ്റ്റും നോട്ട് കണക്റ്റഡ്. ലീഡ് 3 ലെഫ്റ്റ് ആം, ലെഫ്റ്റ് ലെഗ് ആക്റ്റീവ് ഇലക്ട്രോഡ്, റൈറ്റ് ലെഗ് ഗ്രൗണ്ട് ഇലക്ട്രോഡ്, ചെസ്റ്റ് റൈറ്റ് ആം നോട്ട് കണക്റ്റഡ്. യൂണിപോളാർ ലീഡ് സിസ്റ്റം വീണ്ടും 2ആയി തരംതിരിച്ചിരിക്കുന്നു. യൂണിപോളാർ ലിംബ് ലീഡ്സ്, യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ്. യൂണിപോളാർ ലിംബ് ലീഡ് വീണ്ടും 3 വിഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. AVL, AVR, AVF എന്നിവയാണ്. AVR ഓഗ്മെന്റഡ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു റൈറ്റ് ആം. AVRൽ റൈറ്റ് ആം ആക്റ്റീവ് ഇലക്ട്രോഡ്, ലെഫ്റ്റ് ആമിന്റെയും ലെഫ്റ്റ് ലെഗിന്റെയും ഒരു കോമ്പിനേഷൻ റെഫറൻസ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു. റൈറ്റ് ലെഗ് ഗ്രൗണ്ട് ഇലക്ട്രോഡ്, ചെസ്റ്റ് നോട്ട് കണക്റ്റഡ്. AVL ഓഗ്മെന്റഡ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ലെഫ്റ്റ് ആം. ഇവിടെ ലെഫ്റ്റ് ആം ആക്റ്റീവ് ഇലക്ട്രോഡ്, കോമ്പിനേഷൻ ഓഫ് റൈറ്റ് ആം ലെഫ്റ്റ് ലെഗ് റെഫറൻസ് ഇലക്ട്രോഡ്, റൈറ്റ് ലെഗ് ഗ്രൗണ്ട് ഇലക്ട്രോഡ്, ചെസ്റ്റ് നോട്ട് കണക്റ്റഡ്. AVF ഓഗ്മെന്റഡ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഫൂട്ട് ഓർ ലെഫ്റ്റ് ലെഗ്. ഇവിടെ ലെഫ്റ്റ് ലെഗ് ആക്റ്റീവ് ഇലക്ട്രോഡ്, കോമ്പിനേഷൻ ഓഫ് റൈറ്റ് ആം ലെഫ്റ്റ് ആം റെഫറൻസ് ഇലക്ട്രോഡ്, റൈറ്റ് ലെഗ് ഗ്രൗണ്ട്, ചെസ്റ്റ് നോട്ട് കണക്റ്റഡ്. യൂണിപോളാർ ചെസ്റ്റ് ലീഡിൽ ഇനി മറ്റൊരു പേരാണ് പ്രീ കോർഡിയൽ ചെസ്റ്റ് ലീഡ്. യൂണിപോളാർ ചെസ്റ്റ് ലീഡിൽ ചെസ്റ്റ് ഇലക്ട്രോഡാണ് ആക്റ്റീവ് ഇലക്ട്രോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം എ കോമ്പിനേഷൻ ഓഫ് റൈറ്റ് ആം, ലെഫ്റ്റ് ലെഗ് ആസ് റെഫറൻസ് ഇലക്ട്രോഡ്, റൈറ്റ് ലെഗ് ഗ്രൗണ്ട് ഇലക്ട്രോഡ്. ചെസ്റ്റിൽ V1 to V6, V1, V2, V3, V4, V5, V6 എന്നീ 6 പൊസിഷനിൽ ഇലക്ട്രോഡ് മാറി മാറി കണക്ട് ചെയ്താണ് ECG മെഷർ ചെയ്യുന്നത്.
ഓപ്പറേഷൻ ഓഫ് ECG മെഷീൻ. ECG മെഷറിംഗ് പ്രൊസീജിയറാണ് വിവരിക്കുന്നത്. ECG മെഷർ ചെയ്യാൻ ആദ്യമായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻറ്റിനോട് റിലാക്സ് ചെയ്തിട്ട് ടേബിളിൽ കിടക്കാൻ ആവശ്യപ്പെടുക. അതിനുശേഷം ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്യണം. നമുക്കറിയാം റൈറ്റ് ആം, ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, ചെസ്റ്റ് എന്നീ പൊസിഷനിലാണ് ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നത്. ഇലക്ട്രോഡ് കണക്ട് ചെയ്യുമ്പോൾ ഗുഡ് സ്കിൻ കോൺടാക്റ്റ് കിട്ടാൻ വേണ്ടി ഇലക്ട്രോലൈറ്റ് ജെല്ലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രോഡെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ECG മെഷീൻ ഓൺ ചെയ്യുക. ECG പേപ്പർ ലോഡഡ് ആണോ വർക്കിംഗ് ആണോ ചെക്ക് ചെയ്യുക. അതിനുശേഷം ECG കാലിബ്രേഷൻ സിഗ്നൽ അപ്ലൈ ചെയ്ത് വേവ് ഫോം കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ECG മെഷർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടൺസ്, ഉദാഹരണത്തിന് ലീഡ് 1, ലീഡ് 2, ലീഡ് 3 എന്നീ ബൈപോളാർ ലീഡ്സ്, അതിനുശേഷം യൂണിപോളാർ ലീഡ്സ് ആയ AVR, AVL, AVF, അതുപോലെ തന്നെ പ്രീകോർഡിയൽ ചെസ്റ്റ് ലീഡായ V1, V2, V3, V4, V5 and V6 എന്നീ ബട്ടണുകൾ മാറി മാറി പ്രസ് ചെയ്ത് നമുക്ക് ECG റെക്കോർഡ് ചെയ്യാവുന്നതാണ്. Clinical application of ECG. ECG gives valuable information about cardiac disorder such as cardiac hypertrophy. ECG used to diagnose cardiac arrhythmia. ECG essential equipment in catheterization lab, ICCU, operation theatre, post-operative wards. ECG used for cardiac diagnosis application. TMD, treadmill test. It is also known as stress test, exercise ECG, stress ECG. TMD മെഷീൻ സാധാരണയായി ECG, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് എന്നിവയാണ് റെക്കോർഡ് ചെയ്യുന്നത്. TMD ഉപയോഗിച്ച് ഹൃദയം എങ്ങനെ വർക്ക് അഥവാ അധ്വാനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ എഫിഷ്യൻസി ഡ്യൂറിങ് എക്സസൈസ് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എത്ര എമൗണ്ട് ഓഫ് സ്ട്രെസ് ഹാർട്ടിന് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ TMD ചെയ്യാറ് കൊറോണറി ഹാർട്ട് ഡിസീസ് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻറ്റിലാണ്. TMD മെഷീൻ്റെ റിക്വയർമെൻറ്റ്സ് ഇതിൽ ഓട്ടോമാറ്റിക് പ്രോഗ്രാമർ ഉണ്ടാവും ഫോർ ചേഞ്ചിങ് ദ സ്പീഡ് ആൻഡ് ഇൻക്ലിനേഷൻ ഓഫ് ദ മെഷീൻ. ECG ആൻഡ് ഹാർട്ട് റേറ്റ് റെക്കോർഡർ ഉണ്ടാവും. ബ്ലഡ് പ്രഷർ എക്യുപ്മെൻ്റ് ഉണ്ടാവും, BP മെഷർ ചെയ്യാൻ. ഡിഫൈബ്രിലേറ്റർ ഉണ്ടാവും, ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും റിസ്ക് വരികയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോൾട്ടർ മോണിറ്റർ ഹാർട്ട് റിതം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതായത് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ ഹാർട്ട് പേഷ്യൻ്റെ ശരീരത്തിൽ ഹോൾട്ടർ മോണിറ്റർ കണക്ട് ചെയ്ത് പേഷ്യൻറ്റിനെ സാധാരണ ജീവിതത്തിലേക്ക് വിടുന്നു. സ്ലീപ്പിംഗ്, അതുപോലെ തന്നെ ബാത്തിങ്, ഈ സമയങ്ങളിലല്ലാത്ത എല്ലാ സമയങ്ങളും
ഹോൾട്ടർ മോണിറ്റർ ധരിക്കാൻ ആവശ്യപ്പെടുന്നു. ആ സമയങ്ങളിൽ ഉണ്ടാവുന്ന ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് മെഷീൻ മോണിറ്റർ ചെയ്യുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ നിന്നും ഒരു ടെക്നീഷ്യൻ ഈ പേഷ്യൻറ്റിൻ്റെ ഹോൾട്ടർ മോണിറ്ററിലുണ്ടാവുന്ന സിഗ്നൽസ് ഒബ്സർവ് ചെയ്യുന്നു. എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ അതേസമയത്ത് ഇൻഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ 24 അല്ലെങ്കിൽ 48 മണിക്കൂറിന് ശേഷം പേഷ്യൻറ്റിനോട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഹോൾട്ടർ മോണിറ്റർ ചെക്ക് ചെയ്ത് അതിൽ റെക്കോർഡിങ്ങുകളെല്ലാം വെരിഫൈ ചെയ്ത് ആവശ്യമായ പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നു. ഹോൾട്ടർ മോണിറ്റർ ഡിഫറൻറ്റ് ഭാഗങ്ങൾ: ഹോൾട്ടർ റെക്കോർഡർ, മെമ്മറി റീഡർ ആൻഡ് അനലൈസർ. ഹോൾട്ടർ മോണിറ്ററിൻ്റെ ഉപയോഗം: പ്രിസ്ക്രൈബിംഗ് പേസ് മേക്കേഴ്സ് ടു പേഷ്യൻ്റ്, ഡയഗ്നോസ് ഹാർട്ട് പ്രോബ്ലംസ്, ഡയഗ്നോസ് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് സ്ട്രെസ് ടെസ്റ്റ്, ഡ്രഗ് തെറാപ്പി എക്സെട്ര.